അപ്പാനി വന്ന് വലിയ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാതെ എല്ലാവരുടെ അടുത്തും നല്ല ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻഷി രഞ്ജിത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, മുൻഷി രഞ്ജിത്തിന് ആദ്യത്തെ ഒരാഴ്ച മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു പോയ ഫീലാണ്. മുൻഷി രഞ്ജിത്ത് എവിക്റ്റ് ആയതിനു ശേഷവും മുൻഷി സത്യം പറഞ്ഞ ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ പേരും പറഞ്ഞാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു റീ എൻട്രി കിട്ടിയപ്പോൾ മുൻഷി ശരിക്കും പറഞ്ഞാൽ ഒരു തിരിയും കത്തിച്ചുകൊണ്ട് വന്നതാണ് ഈ ബിഗ് ബോസ് വീടൊന്ന് ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവരൊക്കെ വരുമ്പോഴാണ് അത് കുറച്ചധികം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാധ്യത. മുൻഷി വന്നിട്ട് ഇതെന്ത് ഗെയിമിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പ്രൊമോ വീഡിയോയ്ക്കകത്ത് കണ്ടത് പ്രകാരം മുൻഷി വന്നിട്ട് അനീഷിനോട് നന്നായിട്ട് ഒരു പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് മാട്രിമോണി. അനീഷ് ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, കളിയാക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എന്ത് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്, ഇത് എന്താണ് ഈ സ്ട്രാറ്റജി? അനീഷിന് ചോടിപ്പിച്ചു, ഇഷ്ടപ്പെട്ടില്ല. ഇത് സ്ട്രാറ്റജി ഒന്നുമല്ല, അത് അതിനകത്ത് തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ അനുമോള് കബളിപ്പിക്കുകയായിരുന്നോ? ഇല്ല, മാധ്യമ പ്രവർത്തനം ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ ഇട്ടുകൊടുത്ത ഒരാളെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറയും. പക്ഷെ നൈസായിട്ട് അവിടെ അനീഷ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യം, അത് ലാലേട്ടനുമായിട്ടൊക്കെ ചേർന്ന് അത് തീർത്തു, ഇനി മൂന്നാമതൊരാൾ വന്ന് പറയണ്ട. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതൊരു ബിഗ് ബോസ് ഹൗസ് അല്ലേ, മൂന്നാമതൊരാളോ നാലാമതൊരാളോ ഒക്കെ വന്ന് പറയാം, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. പക്ഷെ തിരിച്ച് അനീഷ് പറയുന്നത് കണക്കൊരു മറുപടി കിട്ടുമ്പോൾ അതും ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സീസണിൽ ഇനി ഒരു ഫസ്റ്റ് സെക്കൻഡ്, അതിലിപ്പം അനീഷാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അനുമോളാണ്, തേർഡ് ആരാണ് എന്ന് ചോദിക്കാം. ഇനി അതല്ല, ഈ സീസണിൽ ഫസ്റ്റ് അനുമോളാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അനീഷാണ്, മൂന്നാമത് ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ സീസണിലെ ഫസ്റ്റും സെക്കൻഡും ഇവരിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോയിക്കോളും. അതിന് അവർക്ക് അർഹതയും ഉണ്ട്. കാരണം ഏറ്റവും നന്നായിട്ട് തന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് നെവിന്റെ വളരെ ലേറ്റ് ആയിട്ട് ഞാൻ പറയാം, ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നു നെവിനെ, പിന്നെ കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നെവിന്റെ ഗ്രാഫ് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഓൾവേസ് പറയുന്നത് പോലെ ഇതേ കണക്ക് ഒരുപാട് ലെയർ ഉള്ള ഒരു വ്യക്തി, അതായത് നെവിനെ പോലെ പല ക്യാരക്ടേഴ്സിൽ ഒരു മൾട്ടി ടാലന്റഡ് മൾട്ടി ബിഹേവിയർ ഒക്കെ ഉള്ള ഒരു വ്യക്തി വേറെ ഇല്ല. പിന്നെ അതുപോലെ ആദില, നൂറ നല്ല കപ്പിൾസ് ആണ്, നല്ല വ്യക്തികളാണ്. അക്ബറിനെ കുറിച്ചും എനിക്ക് ഇതുപോലൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇപ്പൊ ഈ അനീഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ട്രാറ്റജിയാണ്, അനീഷ് ഫേക്ക് ആണ് എന്ന് പറയുന്നതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല.